ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മളെ ഒരു SCRT ചാപ്റ്റർ എടുത്തു. അതിന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? പഞ്ചായത്ത് രാജിനെ കുറിച്ചിട്ടും 73-ാം ഭേദഗതി, 74-ാം ഭേദഗതി, മുനിസിപ്പാലിറ്റി, ജനാധിപത്യം എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? നമ്മുടെ കേരള നിയമസഭ എന്ന് പറയുന്നത്. എന്താണ് കേരള നിയമസഭ എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ എന്ന് പറയുന്നത്. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. എവിടെയാണ്? തിരുവനന്തപുരം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. ഏതൊക്കെയാണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതുപോലെ ശ്രീമൂലം പ്രജാസഭ, തിരുകൊച്ചി നിയമനിർമ്മാണ സഭ. ഡേറ്റ് ഓർത്തു വയ്ക്കുക. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ്, 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ്, 1904 ശ്രീമൂലം പ്രജാസഭ, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭ. ഇവയെല്ലാമാണ് കേരള നിയമസഭയുടെ വഴികാട്ടികൾ എന്ന് പറയുന്നത്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27-നായിരുന്നു. 1957 ഏപ്രിൽ 27-നായിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ 1957 ഏപ്രിൽ 27-നായിരുന്നു കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം. അതുകൊണ്ട് എല്ലാ വർഷം ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ നിയമസഭയെ കുറിച്ചിട്ട് നോക്കാം അല്ലേ. കേരളം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളമാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ചേർന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോഴാണ്? 1956 നവംബർ 1-നാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എലക്ഷൻ നടന്നത് എപ്പോഴാണ്? കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം വന്നത് എപ്പോഴാണ്? 1957 ഏപ്രിൽ 27-നായിരുന്നു ആദ്യ നിയമസഭാ സമ്മേളനം വന്നത്. ഇനിയിപ്പോൾ കേരളം നിലവിൽ വന്നത് ചോദിക്കുകയാണ്. 1956 നവംബർ 1-നായിരുന്നു. കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയായിരുന്നു കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത്. എപ്പോഴാണ്? 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ് കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് എപ്പോഴാണ്? 1957 ഏപ്രിൽ 1-നാണ്. ഏപ്രിൽ 1-നാണ് കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1957 ഏപ്രിൽ 5-നാണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എപ്പോഴാണ്? 1957 ഏപ്രിൽ 5-ന്. നിയമസഭ നിലവിൽ വന്നത് ഏപ്രിൽ 1-ന്, മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5-ന്. ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞത് ഏപ്രിൽ 27. അതുകൊണ്ട് തന്നെ അന്ന് എന്ത് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്ന് പറഞ്ഞത്? നിയമസഭാ ദിനമായി ആചരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ ആചരിക്കുന്നു എന്ന് പറഞ്ഞത്? നിയമസഭാ ദിനമായി ആചരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഈ വന്ന മന്ത്രിസഭയെ ആദ്യമായി ആ സഭയെ പുറത്താക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 1957 വന്ന മന്ത്രിസഭയെ 1959 ജൂലൈ 31-ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭമാണ് വിമോചന സമരം എന്നറിയപ്പെടുന്നത്. എന്താണ് വിമോചന സമരം എന്നറിയപ്പെടുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. അപ്പോൾ കേരള സംസ്ഥാന രൂപം കൊണ്ട് 1956-ലാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ അടുത്ത എലക്ഷൻ നടന്നത് എപ്പോഴായിരിക്കാം? 1957-ലാണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആ ഏപ്രിൽ എന്നുള്ള ഡേറ്റ് മാത്രം ഓർക്കാവുന്നതുള്ളൂ. പിന്നെ 1-ാം തീയതി നിയമസഭ നിലവിൽ വന്നു. ഏപ്രിൽ 1-ന് നിയമസഭ നിലവിൽ വന്നു. 5-ന് ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നു. ആദ്യ സമ്മേളനം നടന്നത് ഏപ്രിൽ 27-നാണ്. ഇനി കേരളത്തിലെ നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാണ്? 140 ആണല്ലേ നമ്മുടെ കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു
ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 141 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 140. ഓക്കെ, കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 114. എത്രയാണ്? 114. കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ 140. ആദ്യം 114 കേരള നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ഇനി ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയായിരുന്നു? 11. ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 11. വനിതാ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 1. ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം ചോദിക്കുകയാണ്, 6. നമ്മൾ പറഞ്ഞ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം പറയുന്നത് 114 എന്ന് പറഞ്ഞു അല്ലേ. കേരള ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ 127. അതായത് 126 പ്ലസ് ഒരു നോമിനേറ്റഡ് ആംഗ്ലോ ഇന്ത്യനും ചേർന്നിട്ട് 127 കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. 12 മണ്ഡലങ്ങളിൽ നിന്ന് 2 അംഗങ്ങൾ വീതം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൽ 11 മണ്ഡലങ്ങൾ പട്ടികജാതിക്കാർക്കും 1 മണ്ഡലം പട്ടികവർഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 127 വരുന്നത്. അപ്പോൾ ഒന്നാം മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 11. ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6. ഒന്നാം കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1. ഒന്നാം കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 1. ഇനി കേരള നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാണ്? 140. കേരള നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത് 140. ആദ്യം ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയും കൂടി കൂട്ടിയിട്ട് നമ്മൾ 141 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെത്രയാണ് ചോദിച്ചു പറഞ്ഞാൽ 140. ഇനി കേരള പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 14. പട്ടിക ജാതിക്കാർക്ക് സംവരണം ചെയ്ത സീറ്റുകളുടെ എണ്ണം 14. ഇനി കേരളത്തിലെ പട്ടിക വർഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 2 ഏതൊക്കെയാണ്? സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ്. സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയാണ്. ഇനി ഇതുവരെ കേരളത്തിൽ നിലവിൽ വന്ന നിയമസഭകൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 15. ഇതുവരെ കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചോദിച്ചു പറഞ്ഞാൽ 16. 2021 ഇലക്ഷൻ നടന്ന എത്രാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് ചോദിച്ചാൽ 16ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. എപ്പോൾ നടന്നത്? 2021 നടന്നത്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് 17ാം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഓക്കെ, തെരഞ്ഞെടുപ്പ് നിയമസഭ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ 16 തെരഞ്ഞെടുപ്പ് ചോദിച്ചാൽ 17. 2021 രൂപീകൃതമായ നിയമസഭ എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ 2021 രൂപീകൃതമായ നിയമസഭ എത്രാമത്തെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് 15ാം നിയമസഭയാണ്. 2021 രൂപീകൃതമായ നിയമസഭ എത്രാമത്തെയാണ്? 15ാം നിയമസഭയാണ്. തെരഞ്ഞെടുപ്പ് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ 16ാമത്തെ തെരഞ്ഞെടുപ്പാണ്. മറക്കരുത്, തെരഞ്ഞെടുപ്പ് 16, നിയമസഭ 15. നിയമസഭ രൂപീകൃതമാകാതിരുന്ന തെരഞ്ഞെടുപ്പ് ഏത് വർഷമാണ് നടന്നതെന്ന് ചോദിച്ചാൽ 1965 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭ രൂപീകൃതമാകാതിരുന്നത് 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു അക്കം കമ്മിയാക്കിയിട്ട് നിയമസഭയുടെ എണ്ണം പറയുന്നത്. കേരളത്തിൽ ഇതുവരെ നിലവിൽ വന്നത് 23 മന്ത്രിസഭകളാണ്. എത്ര മന്ത്രിസഭകളാണ്? 23 മന്ത്രിസഭകളാണ്. 12 പേരാണ് മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. അതായത് ഒരേ മന്ത്രി 1, 2 തവണ ഭരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. കാലാവധി പൂർത്തിയാക്കിയ കേരള മുഖ്യമന്ത്രിമാർ എത്ര പേരാണെന്ന് ചോദിച്ചാൽ അത് 6 പേരാണ്. കാലാവധി പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിമാർ എത്ര പേരാണ്? 6 പേരാണ്. ആദ്യമായി ഒരു ഇന്ത്യൻ പ്രസിഡന്റ് അഭിസംബോധന ചെയ്ത സംസ്ഥാന നിയമസഭയാണ് നമ്മുടെ കേരള നിയമസഭ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരള നിയമസഭ പഠിക്കുമ്പോൾ ഒന്നാമത്തെ കേരള മന്ത്രിസഭ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. നമുക്ക് നോക്കാം. ഒന്നാം കേരള മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ഇനി ധനകാര്യമന്ത്രി ആരായിരുന്നു? C. അച്യുതമേനോനായിരുന്നു. ധനകാര്യമന്ത്രി ആരായിരുന്നു? C. അച്യുതമേനോനായിരുന്നു. തൊഴിൽ ട്രാൻസ്പോർട്ട് മന്ത്രി ആരായിരുന്നു? TV തോമസ് ആയിരുന്നു. തൊഴിൽ ട്രാൻസ്പോർട്ട് മന്ത്രി ആരായിരുന്നു? TV തോമസ് ആയിരുന്നു. ഇനി ഭക്ഷ്യം വനം മന്ത്രി ആരായിരുന്നു? KC ജോർജ് ആയിരുന്നു. വ്യവസായ മന്ത്രി KP ഗോപാലൻ. പബ്ലിക് വർക്ക്സ് ആരായിരുന്നു? TA മജീദാണ്. പബ്ലിക് വർക്ക്സ് TA മജീദാണ്. തദ്ദേശ ഭരണം PK ചാത്തൻ മാസ്റ്ററാണ്. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരിയാണ്. റവന്യൂ KR ഗൗരിയമ്മയാണ്. ആരായിരുന്നു? KR ഗൗരിയമ്മ. നമ്മൾ പറഞ്ഞു ആദ്യ മന്ത്രിസഭയിലെ
വനിതാ മന്ത്രിമാരുടെ എണ്ണം 1 എന്ന് പറഞ്ഞു അല്ലേ. അത് ആരായിരുന്നു? KR ഗൗരിയമ്മയായിരുന്നു. ഏതായിരുന്നു ഭരണം? റവന്യൂ ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിയമം, വൈദ്യുതി എന്നിവ ആരുടെ കീഴിലായിരുന്നു? VR കൃഷ്ണയ്യരാണ്. നിയമം, വൈദ്യുതി VR കൃഷ്ണയ്യർ. ആരോഗ്യം ഡോക്ടർ AR മേനോൻ. ആരോഗ്യമാരായിരുന്നു ഡോക്ടർ AR മേനോൻ. അപ്പോൾ മുഖ്യമന്ത്രി MS, ധനകാര്യം C അച്യുതമേനോൻ, തൊഴിൽ ട്രാൻസ്പോർട്ട് TV തോമസ്, ഭക്ഷ്യം വനം KC ജോർജ്, വ്യവസായം KP ഗോപാലൻ, പബ്ലിക് വർക്ക്സ് TA മജീദ്, തദ്ദേശ ഭരണം PK ചാത്തൻ മാസ്റ്റർ, വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി, റവന്യൂ KR ഗൗരിയമ്മ, നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ, ആരോഗ്യം ഡോക്ടർ AR മേനോൻ. ഇവരാണ് ആര്? നമ്മുടെ 1ാം കേരള മന്ത്രിസഭയിലെ 11 പേർ എന്ന് പറയുന്നത്. എത്ര പേരായിരുന്നു? 11 പേരാണ് ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കേരള നിയമസഭയിലെ വനിതകളെ കുറിച്ച് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? KR ഗൗരിയമ്മയായിരുന്നു. കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി KR ഗൗരിയമ്മയായിരുന്നു. 1ാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി ആരാണ്? 1ാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി റോസമ്മ പുന്നൂസാണ്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ റോസമ്മ പുന്നൂസാണ്. കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രോടൈം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. ഇമ്പോർട്ടൻ്റ് ആണ് റോസമ്മ പുന്നൂസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്? 1ാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി, കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ, കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രോടൈം സ്പീക്കർ പദവി വഹിച്ച വ്യക്തി എല്ലാം ആരാണ്? റോസമ്മ പുന്നൂസാണ്. അതുപോലെ കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? KO ഐഷാബായി ആണ്. KO ഐഷാബായി ആണ് കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി കേരള നിയമസഭയിലെ 2ാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? നഫീസത്ത് BV ആണ്. സ്പീക്കറുടെ ചുമതല വഹിച്ച കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി ഓഫീസറും ആരാണ്? നഫീസത്ത് BV ആണ്. ഏറ്റവും കൂടുതൽ വനിതാ പ്രാധാന്യമുണ്ടായിരുന്ന കേരള നിയമസഭയാണ് 10ാം നിയമസഭ എന്ന് പറയുന്നത്. അവിടെ 13 വനിതാ പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും കുറവ് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ 3ാം നിയമസഭയാണ്. 3ാം നിയമസഭയിലെ ഏക വനിതാംഗം KR ഗൗരിയമ്മയായിരുന്നു. നമ്മൾ പറഞ്ഞു 1ാം നിയമസഭയിൽ വനിതകളുടെ എണ്ണം എത്രയായിരുന്നു എന്ന് പറഞ്ഞു? 6 പേരായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ നിയമസഭയുമായി ചോദിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? VR കൃഷ്ണയ്യരാണ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി VR കൃഷ്ണയ്യരാണ്. കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? റോസമ്മ പുന്നൂസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റോസമ്മ പുന്നൂസിനെ കുറിച്ച്. അപ്പോൾ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച വ്യക്തി VR കൃഷ്ണയ്യരും, കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട വ്യക്തി റോസമ്മ പുന്നൂസുമാണ്. ഇനി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ട വ്യക്തി ആരാണ്? R ബാലകൃഷ്ണ പിള്ളയാണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ട ഏക വ്യക്തിയാണ് R ബാലകൃഷ്ണ പിള്ള. ഇനി ആ R ബാലകൃഷ്ണ പിള്ളയെ അയോഗ്യനാക്കിയ കേരള നിയമസഭ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ വർക്കല രാധാകൃഷ്ണനാണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭയാണ് 4ാം നിയമസഭ. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭ 4ാം നിയമസഭയാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നിയമസഭ 6ാം നിയമസഭയാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നിയമസഭ സിറ്റിംഗ് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ 1979 ഒക്ടോബർ 8-നാണ്. 2 മിനിറ്റ് ആയിരുന്നു സമയം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നിയമസഭ സിറ്റിംഗ് എന്ന് പറയുന്നത് 1979 ഒക്ടോബർ 8-നായിരുന്നു. ഏറ്റവും ദൈർഘ്യം കൂടിയ നിയമസഭ സിറ്റിങ്ങോ 1987 ഡിസംബർ 12 രാവിലെ 8:30 മുതൽ ഡിസംബർ 13 രാവിലെ 4:35 വരെയായിരുന്നു നിയമസഭ സിറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? KR നാരായണനാണ്. 1997 സെപ്റ്റംബർ 18 10ാം നിയമസഭയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഇനി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. 1958 ഏപ്രിൽ 15-നായിരുന്നു അത് നടന്നത്. അപ്പോൾ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ, അഭിസംബോധന ചെയ്ത ഏക പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇനി ദൈർഘ്യം നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭ 4ാം നിയമസഭ, ദൈർഘ്യം കുറഞ്ഞ നിയമസഭ 6ാം നിയമസഭ. ഇനി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നിയമസഭ സിറ്റിംഗ് നമ്മൾ പറഞ്ഞ 1979 ആണെന്ന് പറഞ്ഞു. 1979 ഒക്ടോബർ 8 എന്ന് പറഞ്ഞു. ദൈർഘ്യം കൂടിയ നിയമസഭാ സിറ്റിംഗ് 1987 ഡിസംബർ 12 മുതൽ 8:30 മുതൽ
ഡിസംബർ 13 രാവിലെ 4:35 വരെയായിരുന്നു എന്ന് പറഞ്ഞു. ഇനി കേരള നിയമസഭയുടെ TV ചാനൽ ഏതാണ്? കേരള നിയമസഭയുടെ TV ചാനലാണ് സഭ TV എന്ന് പറയുന്നത്. സഭ TV എന്ന് പറയുന്നതാണ് കേരള നിയമസഭയുടെ TV ചാനൽ. 2020 ഓഗസ്റ്റിലാണ് ഇത് നിലവിൽ വന്നത്. എപ്പോഴാണ്? 2020 ഓഗസ്റ്റിൽ നിലവിൽ വന്നു. നമ്മുടെ പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ട പ്രസിഡന്റ് ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ട പ്രസിഡന്റാണ് നീലം സഞ്ജീവ റെഡ്ഡി എന്ന് പറയുന്നത്. പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രസിഡന്റ് KR നാരായണനായിരുന്നു. പുതിയ നിയമസഭാ മന്ദിരം രൂപകൽപ്പന ചെയ്ത ചീഫ് ആർക്കിടെക്ട് എന്ന് പറയുന്നത് രാമസ്വാമി അയ്യരാണ്. പഴയ നിയമസഭാ മന്ദിരത്തെ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചപ്പോഴാണ് 2001 ഫെബ്രുവരി 24 ആരാണ് പ്രഖ്യാപിച്ചത്? കിഷൻ കാന്താണ്. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക അറിവോരമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ്? വടക്കൻ പറവൂരിലാണ്. ഇനി കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? 2011 മെയ് 10. ഇനി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി ആരാണ്? KK ശൈലജ ടീച്ചറാണ്. രണ്ടാമത് ഓൾറെഡി 2006 ആലത്തൂരിൽ തെരഞ്ഞെടുക്കപ്പെട്ട എം ചന്ദ്രനാണ്. ചോദിക്കണമെന്ന് KK ശൈലജ ടീച്ചറാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് AA അസീസാണ്. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം എന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രായം കുറഞ്ഞ അംഗം മാത്യു T തോമസ് ആണ്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായത് രമേശ് ചെന്നിത്തലയാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത ആരാണെന്ന് ചോദിച്ചാൽ KR ഗൗരിയമ്മയാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു കാലം അംഗമായിരുന്ന വ്യക്തി C ഹരിദാസാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കേരള മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി KR കരുണാകരനാണ്. ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തി MP വീരേന്ദ്രകുമാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നത് KM മാണിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്ന വ്യക്തി KM മാണിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയും KM മാണി തന്നെയാണ്. ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭകളിൽ അംഗമായിരുന്നതും അദ്ദേഹം തന്നെയാണ്. ഇനി കേരള നിയമസഭാംഗമായ ആദ്യത്തെ IAS ഓഫീസർ ആരാണ്? അൽഫോൻസ് കണ്ണന്താനമാണ്. കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ അൽഫോൻസ് കണ്ണന്താനമാണ്. നമ്മൾ പറഞ്ഞു കൂറുമാറ്റ നിരോധന പ്രകാരം ആരായിരുന്നു എന്നാണ് പറഞ്ഞത്? പുറത്താക്കിയത് ആരെയായിരുന്നു? R ബാലകൃഷ്ണപിള്ളയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ മന്ത്രി ആരായിരുന്നു? മുരളീധരനാണ്. നിയമസഭയിൽ അംഗമാകാത്തതും സഭ അഭിമുഖീകരിക്കാത്തതുമായ ഏക മന്ത്രിയും മുരളീധരൻ തന്നെയാണ്. അപ്പോൾ ഇനി കേരളത്തിലെ മുഖ്യമന്ത്രിമാർ നോക്കാം. കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 12ആണ്. കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ എണ്ണം 12ആണ്. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രി ആയത് കരുണാകരനാണ്. 4 തവണയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്നത് EK നയനാറാണ്. 4009 ദിവസമാണ്. തുടർച്ചയായി കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി C അച്യുതമേനോനാണ്. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നത് CH മുഹമ്മദ് കോയയാണ്. 54 ദിവസമാണ്. ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രി AK ആന്റണിയാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? EMS ആണ്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS ആണ്. ഇന്ത്യൻ സംസ്ഥാനത്ത് ആദ്യമായി കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പട്ടം താണുപിള്ള. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി R ശങ്കറാണ്. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? R ശങ്കറാണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയും R ശങ്കറാണ്. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി C അച്യുതമേനോനാണ്.
ഇനി നമുക്ക് മുഖ്യമന്ത്രിമാർ നോക്കാം. ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടായിരുന്നു. 1957 മുതൽ 59 വരെയായിരുന്നു കാലഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയായിരുന്നു. 1960 മുതൽ 62 വരെയായിരുന്നു കാലഘട്ടം. മൂന്നാമത്തത് R ശങ്കർ ആയിരുന്നു. 1962 മുതൽ 64 വരെയായിരുന്നു കാലഘട്ടം. നാലാമത് EMS നമ്പൂതിരിപ്പാടാണ്. 1967 മുതൽ 69 വരെയായിരുന്നു അവരുടെ ഭരണകാലഘട്ടം. അഞ്ചാമത് C അച്യുതമേനോൻ. നമ്മൾ പറഞ്ഞു 2 തവണ അടുപ്പിച്ചിട്ട് മന്ത്രിയായി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അഞ്ചാമതും ആറാമതും ആരായിരുന്നു? C അച്യുതമേനോനാണ്. 1969 തുടങ്ങി 77 വരെ, അതായത് 1969 to 70, 70 to 77 വരെ ആരായിരുന്നു? C അച്യുതമേനോനായിരുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭ ഏതായിരുന്നു? 70 to 77 വരെയുള്ളതാണ്. C അച്യുതമേനോൻ്റെ നിയമസഭയായിരുന്നു. അടുത്തത് ഏഴാമത് മുഖ്യമന്ത്രി ആരായിരുന്നു? K കരുണാകരനായിരുന്നു. 77 മുതൽ 77 വരെ തന്നെയാണ്. ഇനി എട്ടാമത് മുഖ്യമന്ത്രി ആരായിരുന്നു? AK ആൻ്റണിയാണ്. 1977 to 78 വരെ. ഒൻപതാമത് PK വാസുദേവൻ നായർ. 1978 മുതൽ 79 വരെ. പത്താമത് ആരായിരുന്നു? CH മുഹമ്മദ് കോയയായിരുന്നു. 1979 to 79 വരെ തന്നെയായിരുന്നു. പത്താമത് EK നയനാരായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നത്. 1980 മുതൽ 81 വരെ. പന്ത്രണ്ടാമത് K കരുണാകരൻ. 1981 മുതൽ 82 വരെ. പതിമൂന്നാമതും K കരുണാകരൻ തന്നെയാണ്. 1982 മുതൽ 87 വരെ. പതിനാലാമത് EK നയനാർ. 1987 മുതൽ 91 വരെ. പതിനഞ്ചാമത് K കരുണാകരൻ. 1991 മുതൽ 95 വരെ. പതിനാറാമത് AK ആൻ്റണി. 1995 to 96 വരെ. പതിനേഴാമത് EK നയനാർ. 1996 മുതൽ 2001 വരെ. പതിനെട്ടാമത് AK ആൻ്റണി. 2001 മുതൽ 2004 വരെ. പത്തൊമ്പതാമത് ഉമ്മൻചാണ്ടി. 2004 മുതൽ 2006 വരെ. ഇരുപതാമത് VS അച്യുതാനന്ദൻ. 2006 മുതൽ 2011 വരെ. 21ാമത് ഉമ്മൻചാണ്ടി. 2011 മുതൽ 2016 വരെ. 22ാമത് പിണറായി വിജയൻ. 2016 മുതൽ 2021 വരെ. നമ്മുടെ 21ാമത് ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ്? പിണറായി വിജയൻ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി. നമ്മുടെ മുഖ്യമന്ത്രിമാരിൽ രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ ആദ്യമായിട്ട് പുറത്ത് വെച്ചിട്ട്, അതായത് രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രി ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് VS അച്യുതാനന്ദനാണ്. നമ്മൾ പറഞ്ഞു കാലാവധി പൂർത്തിയാക്കിയ കേരള മുഖ്യമന്ത്രിമാർ 6 പേരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാരൊക്കെയായിരുന്നു? C അച്യുതമേനോൻ, K കരുണാകരൻ, AK നയനാർ, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി എന്നിവരായിരുന്നു പിണറായി വിജയൻ എന്നിവരായിരുന്നു കാലാവധി പൂർത്തിയാക്കിയ കേരള മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്, ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? PT ചാക്കോയാണ്. ആരാണ് ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? ആരായിരുന്നു? PT ചാക്കോയായിരുന്നു. കേരളത്തിലെ ഒന്നാമത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ഡോക്ടർ AR മേനോനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി M ഉമേഷ് റാവു ആണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോയാണ്. രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവാണ് ആര്? EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ്. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നതും EMS നമ്പൂതിരിപ്പാട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണം എന്തായിരുന്നു? വിമോചന സമരമാണ്. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിമോചന സമരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിമോചന സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇനി കേരളത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി VK വേലപ്പനാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി VK വേലപ്പനാണ്. കേരളത്തിലെ സ്പീക്കർമാരെ കുറിച്ചും കൂടി നോക്കാം. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ
ആർ ശങ്കരനാരായണൻ തമ്പിയാണ് കേരളത്തിലെ ആദ്യ സ്പീക്കർ. ആർ ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കർ ആരാണ്? KM സീതി സാഹിബാണ് കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കർ. ഇനി ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ വക്കം പുരുഷോത്തമനാണ്. വക്കം പുരുഷോത്തമനാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു കാലം സ്പീക്കർ പദവി വഹിച്ച വ്യക്തി AC ജോസ് ആണ്. AC ജോസ് ആണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി സ്പീക്കറായിരുന്ന വ്യക്തി M വിജയകുമാറാണ്. വിജയകുമാർ. സ്പീക്കർ സ്ഥാനത്ത് കാലാവധി തികച്ച ആദ്യ വ്യക്തി M വിജയകുമാർ തന്നെയാണ്. കേരളത്തിൽ പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്ന് സ്പീക്കറായ ആദ്യ വ്യക്തി K രാധാകൃഷ്ണനാണ്. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ CH മുഹമ്മദ് കോയയാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ AC ജോസ് ആണ്. 8 തവണയാണ് അദ്ദേഹം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാസ്റ്റിംഗ് വോട്ട് സ്പീക്കർ എന്നാണ് ആരെ അറിയപ്പെടുന്നത്? AC ജോസിനെ അറിയപ്പെടുന്നത്. കേരള നിയമസഭയിൽ 2 തവണ സ്പീക്കറായ വ്യക്തികളാണ് വക്കം പുരുഷോത്തമനും തേറമ്പിൽ രാമകൃഷ്ണനും. കേരള നിയമസഭയിൽ സ്പീക്കർ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയാണ് KM സീതി സാഹിബ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യക്തി G കാർത്തികേയനാണ്. ആദ്യ പ്രോടൈം സ്പീക്കർ. കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ ആരാണെന്ന് നമ്മൾ പറഞ്ഞത് റോസമ്മ പുന്നൂസ് ആണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കാലം പ്രോടൈം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയും റോസമ്മ പുന്നൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറെ ചോദിക്കുകയാണ് പറഞ്ഞാൽ KO ഐഷാബായി ആണ്. കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാബായി ആണ്. കേരള നിയമസഭയിലെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ നഫീസത്ത് ബീവി ആണ്. നഫീസത്ത് ബീവി. സ്പീക്കറുടെ ചുമതലകൾ വഹിച്ച കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറാണ് നഫീസത്ത് ബീവി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന വ്യക്തി RS ഉണ്ണിയാണ്. RS ഉണ്ണിയാണ്. ഇനി നമ്മുടെ കേരളത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ള 3 ആൾക്കാരാണ്. 1 R ശങ്കർ, 2 CH മുഹമ്മദ് കോയ, 3 അബു ഖാദർ കുട്ടി നഹ. ഈ 3 പേരായിരുന്നു കേരളത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ള 3 പേർ എന്ന് പറയുന്നത്. ആദ്യ ഉപമുഖ്യമന്ത്രി R ശങ്കർ ആണ്. 2 തവണ ഉപമുഖ്യമന്ത്രി ആയത് CH മുഹമ്മദ് കോയയാണ്. ഏറ്റവും കൂടുതൽ കാലം കേരള ഉപമുഖ്യമന്ത്രി ആയിരുന്നത് അബു ഖാദർ കുട്ടി നഹയാണ്. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഗവർണർമാരെ നോക്കിയാണ് പറഞ്ഞാൽ കേരളത്തിലെ പ്രഥമ ഗവർണർ ഡോക്ടർ B രാമകൃഷ്ണ റാവു ആണ്. ഡോക്ടർ B രാമകൃഷ്ണ റാവു ആണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളിയാണ് VP മേനോൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരള ഗവർണർമാരെ കുറിച്ച് നോക്കാം. ഒന്നാമത് ആരായിരുന്നു? B രാമകൃഷ്ണ റാവു ആയിരുന്നു. രണ്ടാമത് ഗവർണർ ആയിരുന്നത് VV ഗിരി. മൂന്നാമത് അജിത് പ്രസാദ് ജെയിൻ. നാലാമത് ആരായിരുന്നു? ഭഗവാൻ സഹായി ആയിരുന്നു ഗവർണറായിരുന്നു. കേരള ഗവർണർമാരാണ് പറയുന്നത്. അഞ്ചാമത് V വിശ്വനാഥൻ. ആറാമത് N വാഞ്ചു. ഏഴാമത് ജ്യോതി വെങ്കിടാചലം. 8 P രാമചന്ദ്രൻ. 9ാമത് രാം തുഹാരി സിൻഹ. 10ാമത് സ്വരൂപ് സിംഗ്. 11ാമത് B രാജയ്യ. 12ാമത് P ശിവശങ്കർ. 13ാമത് ഖുർഷിദ് ആലങ്കാൻ. 14ാമത് സുഖ്ദേവ് സിക്കാങ്. 15ാമത് സിക്കന്ദർ ഭക്ത്. 16ാമത് TN ചതുർവേദി. 17ാമത് ഗവർണറായിരുന്നത് ആരാണ്? RL ഭാട്ടിയാണ്. 18ാമത് RS ഗവായി ആണ്. 19ാമത് MOH ഫറൂഖ് ആണ്. 20ാമത് HR ഭരദ്വാജ് ആണ്. 21ാമത് നിഖിൽ കുമാർ ആണ്. 22ാമത് ഗവർണറായത് ഷീല ദീക്ഷിതാണ്. 23ാമത് ഗവർണറായത് ജസ്റ്റിസ് P സദാശിവമാണ്. 24ാമത് ഗവർണറായിരുന്നത് ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഇനി 25ാമത് ഗവർണറായിരുന്നത് ഇപ്പം നിലവിലെ ഗവർണർ അല്ലെങ്കിൽ 25ാമത്തെ ഗവർണർ എന്ന പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനിന് ശേഷം ഗവർണറായ വ്യക്തി ആരാണ് അല്ലെങ്കിൽ നിലവിലെ ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാൽ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ആരാണ്? ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. അപ്പോൾ കേരളത്തിലെ വനിതാ ഗവർണർമാരൊക്കെയാണ്? ജ്യോതി വെങ്കിടാചലം, രാം ദുലാരി സിൻഹ, ഷീല ദീക്ഷിത് എന്നിവരാണ് കേരള ഗവർണറായിട്ടുള്ള വനിതമാർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ നിയമസഭയുടെ സ്വന്തം TV ചാനലാണ് സഭ TV എന്ന് പറയുന്നത്. ആദ്യമായി ഒരു ഇന്ത്യൻ പ്രസിഡന്റ് അഭിസംബോധന ചെയ്ത
നിയമസഭ എന്ന് പറയുന്നത് കേരള നിയമസഭയാണ്. ആരായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? KR നാരായണൻ ആയിരുന്നു എന്ന് പറഞ്ഞത്. കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. കേരള നിയമസഭയിൽ അംഗമായ ആദ്യ IAS ഓഫീസർ അൽഫോൺസ് കണ്ണന്താനമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്ന വ്യക്തി KM മാണിയാണ്. ഏറ്റവും കുറഞ്ഞ കാലം മന്ത്രിയായിരുന്ന വ്യക്തി MP വീരേന്ദ്രകുമാറാണ്. 5 ദിവസമാണ് അദ്ദേഹം മന്ത്രിയായിരുന്നത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത KR ഗൗരിയമ്മയാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കുറവ് കാലം അംഗമായിരുന്ന വ്യക്തി C ഹരിദാസ് ആണ്. 10 ദിവസമാണ് അദ്ദേഹം അംഗമായിരുന്നത്. 1980 നിലമ്പൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MLA ആയിരുന്നു C ഹരിദാസ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായിരുന്നത് രമേശ് ചെന്നിത്തലയാണ്. 28-ാം വയസ്സിലാണ് ഇദ്ദേഹം മന്ത്രിയായത്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് 2001 ഇരവിപ്പുറത്ത് നിന്നും വിജയിച്ച AA അസീസ് ആണ്. ഇദ്ദേഹത്തിന് എത്ര വോട്ടാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ 5 വോട്ടുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എത്ര വോട്ടുകളാണ്? 5 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറമാണ്. 16 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല വയനാടാണ്. 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞ MLA മാത്യു T തോമസ് ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ കാര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അതാരാണ്? KM മാണിയാണ്. ഏറ്റവും കൂടിയ പ്രായത്തിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി ആരായിരുന്നു? VS അച്യുതാനന്ദനായിരുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് K ശൈലജ ടീച്ചർ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കാലം MLA ആയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടിയാണ്. ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത് ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഓൾറെഡി നിയമസഭാ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചും കൂടി ഞാൻ ഇതിൽ പറയാനുള്ളത്. ഓൾറെഡി ആ ഒരു ടോപ്പിക്ക് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് തന്നെയാണ് ഇതും എന്ന് പറയുന്നത്. അതിൽ 1-ാം നിയമസഭ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരൊക്കെയാണ് മന്ത്രിമാരെന്നോ അതിലെ അംഗങ്ങളുടെ പേരും നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.